പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും കൂടി വരുവാൻ, ദൈവവചനം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ ഒരു പ്രഭാതം കൂടെ ദാനമായിട്ട് തന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ദാനമായി കിട്ടിയപ്പോൾ നാം നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്സിൻ്റെ ഒരു ദിവസം കൂടെ തീർന്നു കിട്ടി. നിത്യതയോട് ഒരു ദിവസം കൂടെ നാം അടുത്തു. അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിശ്ചയമായിട്ടുമായിരിക്കണം. നിത്യതയോട് അടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇനിയും അധികം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജെനസിസ് ചാപ്റ്റർ 24, ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം. 23 അധ്യായം സാറയുടെ മരണം, അടക്കം ഒക്കെ പറയുന്ന അധ്യായമാണ് എന്ന് നാം ചിന്തിച്ചു. വാഗ്ദത്ത ദേശത്തേക്ക് അല്ലെങ്കിൽ നാം വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നടക്കേണ്ടുന്നത് ഒരു മരണം, ഒരു ബറിയൽ ഒക്കെയാണ് എന്നുള്ളത് നാം അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ അബ്രഹാം 13 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, തൻ്റെ യാത്ര തുടങ്ങിയ ആ സമയത്ത് മെമ്രയുടെ തോപ്പിൽ വന്ന് ദൈവത്തെ ആരാധിച്ച സ്ഥലമാണ്. താൻ എവിടെ ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുവോ, കുറേ ദീർഘവർഷക്കാലം അബ്രഹാം മെമ്രയുടെ തോപ്പിൽ പാർത്തതായിട്ടും നാം ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. ഏകദേശം 20ഓളം വർഷങ്ങൾ താൻ അവിടെ പാർത്തതായിട്ടും നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് താൻ അബീമേലെക്കിൻ്റെ ഒക്കെ ആ പ്രദേശത്തേക്ക് ഒക്കെ യാത്രയാകുന്നത്. എനിവേ, അപ്പോൾ എവിടെ നാം ആരാധന കഴിച്ച് ദൈവവുമായിട്ട് അധികം ബന്ധപ്പെടുന്നു, അവിടെ അബ്രഹാം തൻ്റെ വാഗ്ദത്ത ഭൂമിയിൽ താൻ പണം കൊടുത്ത് വാങ്ങിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഗുഹ കണ്ടെത്തുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇതെന്തിനെയാ കാണിക്കുന്നത്? നാം ആരാധിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം അധികം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ മരണം നടക്കേണ്ടതുണ്ട്, ക്രൂശീകരണം നടക്കേണ്ടതുണ്ട്, എവിടെയൊക്കെ അടക്കം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. സ്തോത്രം. അതുകൊണ്ട് അധികം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ബെറിയൽ പ്ലേസസ് നമുക്ക് അധികം കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചുവോ എന്ന് എനിക്ക് അറിയില്ല. ആ സ്ഥലത്ത് അബ്രഹാമിനെ സാറയെ മാത്രമല്ല അടക്കിയത്. അബ്രഹാമിനെ അടക്കി, ഇസഹാക്കിനെ അടക്കി, റിബേക്കയെ അടക്കി. ഇങ്ങനെ തലമുറയായി അവിടെ അടക്കങ്ങൾ നടക്കുകയാണ്. അത് ഇവരുടെ ഒരു അടക്ക സ്ഥലമായിട്ട് ആ പ്രദേശം അല്ലെങ്കിൽ ആ ഗുഹ അങ്ങ് മാറുകയാണ്. സ്തോത്രം. നമ്മിൽ ആരംഭിക്കുന്ന ഈ അടക്ക അല്ലെങ്കിൽ ഈ മരണ ശുശ്രൂഷ, നമ്മിൽ ആരംഭിക്കുന്ന ഈ പഴയ മനുഷ്യൻ്റെ അടക്കം തലമുറകളിലും വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം അധികം ആരാധിക്കുന്നു എങ്കിൽ, അധികം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, അധികം ദൈവത്തോട് അടുക്കുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ബെറിയൽ ഗ്രൗണ്ടുകൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ,
അല്ലെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങുവാൻ ഒക്കെ നമുക്കിടയാകും എന്നുള്ള കാര്യം ഒന്ന് 23-ാം അധ്യായത്തിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ 24-ലേക്ക് കടക്കുകയാണ്. 24-ൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ച് തൻ്റെ വളരെ ചെറുപ്പത്തിൽ താൻ വിളി കേട്ടതാണ്. അവിടെ നിന്ന് തേരഹിന്റെ നേതൃത്വത്തിൽ വന്ന് ഹാരാനിൽ വന്ന് പാർത്തു. എങ്കിലും പൂർണ്ണമായിട്ടും ആ വിളിയുടെ ഒരു അനുസരണം തേരഹിന്റെ മരണത്തോടു കൂടിയാണ് ഉണ്ടായതെന്ന് നമുക്ക് 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അങ്ങനെ പിന്നീട് താൻ തൻ്റെ 75-ാം വയസ്സിൽ ആ വാഗ്ദത്തത്തെ ഒതുക്കൽ കൂടെ പുതുക്കി പ്രാപിച്ച് ദേശം വിട്ട്, പിതൃഭവനം വിട്ട്, ചാർച്ചക്കാരെ വിട്ട് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ താൻ വിട്ടു 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 എന്ന് പറയുമ്പോൾ തനിക്ക് ഈ പറയപ്പെടുന്നത് പോലെ വലിയ കാര്യങ്ങളൊന്നും കൂടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ യാത്രയുടെ നടുവിൽ താൻ വയസ്സ് ചെന്ന് വൃദ്ധനാകുമ്പോൾ ദൈവം, പരിശുദ്ധാത്മാവ് അബ്രഹാമിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്, ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു എന്നാണ്. ആൻഡ് ദ ലോർഡ് ഹാഡ് ബ്ലെസ്ഡ് എബ്രഹാം ഇൻ ഓൾ തിങ്സ്. അതിനു വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ലൈഫ് സ്റ്റോക്കിനെ അല്ലെങ്കിൽ തൻ്റെ മൃഗസമ്പത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ വീട്ടിലുള്ള ദാസിദാസന്മാരുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടി താൻ പുൽപ്പുറങ്ങൾ തേടിപ്പോയതായിട്ടോ താൻ മറ്റെന്തെങ്കിലും ഒരു എഫേർട്ട് തൻ്റെ ഭാഗത്തു നിന്ന് എടുത്തതായിട്ടോ എങ്ങും രേഖപ്പെടുത്തി തന്നിട്ടില്ല. ഹല്ലേലൂയ. When you walk with God, when you walk in the will of God, automatically the blessings will fall upon you. In fact, you will stumble on blessings. നാം അറിയാതെ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന ചില അനുഗ്രഹങ്ങളെ തട്ടി വീഴുന്ന ഒരു അനുഭവം, അയ്യോ ഇങ്ങനെയും ദൈവം എന്നെ അനുഗ്രഹിച്ചിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. കർത്താവേ, എന്നെ സകലത്തിലും ഒന്ന് അനുഗ്രഹിക്കുമാറാകണം, സകലത്തിലും ഒന്ന് അനുഗ്രഹിക്കുമാറാകണം. സകല ശുഭതയും എനിക്ക് തരുമാറാകണം. സകല ശുഭതയെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഒരു ഭൂമിയിൽ ഒരു ഭക്തന് ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ശരീരത്തിന് വേണം. ഭൂമിയിൽ ഒരു ഭക്തൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്കെൻ്റെ ദേഹിയിൽ വേണം. ഒരു ഭക്തന് ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്കെൻ്റെ ആത്മാവിൽ വേണം. സ്തോത്രം. നമുക്ക് ഇത്തരം ഒരു അനുഗ്രഹം പുറത്തുനിന്ന് ആരെങ്കിലും നമ്മെ നോക്കിയാൽ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ സാക്ഷ്യം പറയത്തക്കവണ്ണം ഉള്ള ഒരു അനുഗ്രഹം നമ്മുടെ മേൽ വരുമാറാകട്ടെ. എലിയാസറും ഈ കാര്യം സാക്ഷീകരിക്കുന്നുണ്ട്. 35-ാമത്തെ വാക്യം, ജെനസിസ് 24:35. യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നീ വകയൊക്കെയും കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇനി മറ്റൊരു വശത്ത് നോക്കിയാൽ അതിൻ്റെ താഴെ പറയുന്നു, സാറ വൃദ്ധയായ ശേഷം തനിക്കൊരു മകനെ പ്രസവിച്ചു. അതായത് അബ്രഹാമിന് തലമുറകൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ദൈവം കൊടുത്തു. ഇനിയും ഒന്നാലോചിച്ച് നോക്കിക്കേ, ഇവിടെ ഈ ഭൂമിയിൽ നമ്മുടെ തലമുറയിലൊക്കെ എത്രയോ പേർ തലമുറകളില്ലാത്തവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തലമുറകളില്ലാത്തത് ഒരു അനുഗ്രഹത്തിൻ്റെ കുറവാണോ? ഒരു പക്ഷേ നമുക്ക് ആ വിധത്തിൽ അതിനെ ചിന്തിക്കാൻ കഴിയും. പക്ഷേ എനിക്ക് വളരെ അടുത്തറിയാവുന്ന പല കപ്പിൾസും ഉണ്ട് കേട്ടോ. അവർക്ക് തലമുറകളില്ല, പക്ഷേ അവർക്ക് ഒത്തിരി ആത്മീക സന്തതികളുണ്ട്. അവരവരുടെ ജീവിതം അതിനു വേണ്ടി, അവർക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും വളരെയധികം ആത്മീക സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കുന്നു. ചിലരുടെ ഒന്നും പേരെടുത്ത് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്ന കപ്പിൾസിനെ എനിക്കറിയാം. നമ്മുടെ അയൽ സംസ്ഥാനത്ത് തന്നെ ഒരനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രി ഉണ്ട്. അവർക്ക് ദൈവം തലമുറകളെ കൊടുത്തിട്ടില്ല. പക്ഷേ അവിടെ അവരുടെ ആ പ്രൊഫറ്റിക് മിനിസ്ട്രിയിലോട്ട് ചെന്ന് ആ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ധാരാളം ചെറുപ്പക്കാർ, ടീനേജേഴ്സ്, പിന്നീട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ ഇവരോടാണ് അവർക്ക് സ്നേഹം. കാരണം ആയിരക്കണക്കിന്, അത് ഞാൻ അതിശയോക്തി പറയുകയല്ല, ആയിരക്കണക്കിന് ആത്മീക സന്തതികളുള്ള ദമ്പതികളാണ് അവർ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള മറ്റൊരു ശുശ്രൂഷകനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അദ്ദേഹം മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് മക്കളുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന് ദൈവം മക്കളെ കൊടുത്തിരുന്നില്ല. പക്ഷേ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആത്മീയ സന്തതികൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ജനിച്ചു വീണു. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നെക്കുറിച്ച് അങ്ങ് എന്താ ആഗ്രഹിക്കുന്നു? ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റൊരു കുഞ്ഞിനെ ആയിരിക്കും കൊടുക്കുന്നത്. അതിനെ വളർത്തി പഠിപ്പിച്ച് പഥ്യോപദേശത്തിൽ നടത്തി ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കാൻ അവര് ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം വളരെ ശക്തിയോടെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മാതാവോ പിതാവോ ഒരു വാക്കുപോലും പറയാൻ പ്രാപ്തിയില്ലാത്തവരാ. ഒരു നല്ലതുപോലെ സാക്ഷ്യം പോലും പറയുവാൻ പ്രാപ്തിയില്ലാത്തവരാ. പക്ഷേ ഒരൊറ്റ സന്തതിയെ കിട്ടിയുള്ളൂ, അതിനെ കർത്താവിന് വേണ്ടി ഒരുക്കി. എലിസബത്തും സെക്കരിയാവും ഒറ്റ സന്തതിയെ കിട്ടിയുള്ളൂ. പക്ഷേ ഒരു നല്ല പ്രായമായപ്പോൾ താൻ മരുഭൂമിയിലേക്ക് പോയി വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിക്കുന്നു, ഒട്ടമരോമം കൊണ്ടുള്ള ഉടുപ്പ് ഇടുന്നു, പൗരോഹിത്യവും കൈക്കുറുകും കരപൂരണവും ഒന്നും വേണ്ടെന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ തലമുറയിൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ ചെയ്യുന്നു, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നു. എലിസബത്തിനെയോ സെക്കരിയാവിനെയോ എങ്ങും നമ്മൾ പിന്നീട് കാണുന്നില്ല. പിന്നെ നിറഞ്ഞു നിൽക്കുന്നത്, ആ തലമുറയിൽ നിറഞ്ഞു നിൽക്കുന്നത് യോഹന്നാൻ. അപ്പോൾ അതുകൊണ്ട് ഭൗതിക തലത്തിൽ ശാരീരികമായി ദൈവം നമുക്ക് മക്കളെ തന്നാലും ഇല്ലെങ്കിലും
മക്കളെന്ന് പറയുന്ന സമ്പത്ത് കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി മക്കളുണ്ടെങ്കിലും ചിലരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അവർക്ക് അവരുടെ മക്കളെ വേണ്ട വിധത്തിൽ, ആത്മീയരാണെന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, ഒക്കെ അങ്ങനെ പോവുകയാണ്. പക്ഷേ ശക്തന്മാരായ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ഈ ഭൂമിക്ക് കൊടുക്കുവാൻ സ്വന്തം മക്കളെ അത്രയും ശക്തന്മാരായിട്ട് അവർക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വളരെ ശക്തന്മാരായ ഭക്തന്മാരെ, ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നോ, അല്ലെങ്കിൽ ഒരു യൂത്ത് ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടിരുന്നോ, ഒരു സഭയുടെ ശുശ്രൂഷകൻ്റെ ഭാര്യയായിട്ടിരുന്നോ ഒക്കെ അനേക ആത്മീയ മല്ലന്മാരെ ദൈവരാജ്യത്തിന് കൊടുത്ത അമ്മയപ്പന്മാരെ പരിചയമുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്കായിട്ടൊരു സന്തതി ജനിച്ചില്ലെങ്കിലും അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ദൈവത്തിൻ്റെ പദ്ധതി അതാണെങ്കിൽ അതിൻ്റെ നടുവിലും മക്കൾ എന്ന് പറയുന്ന ഒരനുഗ്രഹം നിത്യതയുടെ വെളിച്ചത്തിൽ എനിക്കുണ്ടാകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതിക സമ്പത്ത്, തലമുറകളുടെ സമ്പത്ത്. ഇനി അബ്രഹാമിനെ ദൈവം ഏതെല്ലാം വിധത്തിൽ അനുഗ്രഹിച്ചിരുന്നു. അബ്രഹാമിനെ ദൈവം തൻ്റെ ആത്മാവിൽ ഭയങ്കര സമ്പന്നനാക്കി. ആ കാലഘട്ടത്തിൽ മറ്റാർക്കുമില്ലാതിരുന്ന ആത്മാവിൻ്റെ കാഴ്ചപ്പാട് അബ്രഹാമിന് ദൈവം, കൂടെ യാത്ര ചെയ്ത ലോത്തിന് പോലും കിട്ടാതിരുന്ന കാഴ്ചപ്പാട് അബ്രഹാമിന് കൊടുത്തു. ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ മൊട്ടക്കുന്നുകൾ, ഇത് മതി, നീ തല ഉയർത്തി ഒന്ന് നോക്ക്, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോകാൻ ഇടയാക്കി. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് നാം പുതിയ നിയമത്തിലേക്ക് പോയി പഠിക്കുമ്പോൾ താൻ ഇവിടെ വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്തെന്ന പോലെ, ഒരു പരദേശി എന്ന പോലെ താൻ പാർത്തു. ആത്മാവിലെ തൻ്റെ സമ്പന്നത ശ്രദ്ധിച്ച് ബാക്കിയുള്ളവരെല്ലാം അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ആടുണ്ട്, മാടുണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, ദാസിദാസന്മാരുണ്ട്, ഇപ്പൊ ഇതാ ഈ പ്രായം ചെന്ന സമയത്തും ഒരു മകനെ ലഭിച്ചിരിക്കുന്നു, എല്ലാമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ താൻ ഇവിടെ ഒരു കൂടാരവാസിയാണ്, ഞാൻ ഇവിടെ ഒരു അന്യദേശവാസക്കാരനാണ്, ഞാൻ ഇവിടെ ഒരു പരദേശവാസിയാണെന്ന്. കൂടാരമായ ഈ ഭൗമ ഭവനം പൊളിഞ്ഞാൽ കൈപ്പണി അല്ലാത്തൊരു കെട്ടിടം, ഇവിടെ പൊളിയുന്നത് കൂടാരമാണ്, അവിടെ കിട്ടുന്നത് കെട്ടിടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും ആഴമായ ഒരു കാഴ്ചപ്പാട് ഈ പുസ്തകം എഴുതിയിട്ടില്ലാത്ത, ന്യായപ്രമാണം കിട്ടിയിട്ടില്ലാത്ത, യാഗങ്ങളുടെ പ്രമാണം കിട്ടിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ തനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞു ആത്മാവിന്റെ സമ്പന്നത. അബ്രഹാമിന്റെ ആത്മാവിന്റെ സമ്പന്നത നമുക്ക് അബ്രഹാം എലിയാസറിനോട് സംസാരിക്കുമ്പോൾ തൻ്റെ മകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, തൻ്റെ വാഗ്ദത്ത സന്തതിയുമായി ബന്ധപ്പെട്ട് താൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അബ്രഹാം ഈ എലിയാസറിനോട് പറയുകയാണ് 6-ാം വാക്യത്തിൽ, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. അബ്രഹാമിന് 2 കാര്യങ്ങളാണ് മനസ്സിൽ. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. No, this is a promised seed. It should not get corrupted with Gentiles. ആ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ആത്മാവിന്റെ സമ്പന്നതയാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അയ്യോ, ഇനിയിപ്പം ഞാൻ ഇത്രയും പ്രായമായി, സാറയും മരിച്ചു, ഇനിയും എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് പോയി ഞാൻ ഇനി ആരെ കണ്ടെത്താനാ? അതല്പം പ്രയാസമുള്ള കാര്യമല്ലേ? ഈ ദേശത്ത് നിന്ന് എന്നാൽ ഒരെണ്ണത്തിനെ പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന് അങ്ങ് നമ്മുടെ വിശ്വാസവും കാര്യങ്ങളും ഈ ദൈവത്തെക്കുറിച്ചുള്ള കാര്യമൊക്കെ ഒന്ന് പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിക്ക് ദൈവം കൊടുക്കുവാനിരിക്കുന്ന, മനുഷ്യർക്ക് ദൈവം നൽകുവാനിരിക്കുന്ന മശിഹ വരാനുള്ള സീഡാണിതെന്നുള്ളത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആത്മാവിന്റെ സമ്പന്നത പ്രാപിച്ച അബ്രഹാമിന് പിടികിട്ടി. താനത്, ഹല്ലേലൂയ, സ്തോത്രം, നഷ്ടപ്പെടുത്താതെ ആ സമ്പന്നതയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ എഫേർട്ടാണ്. അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക സമ്പന്നതയെ മാത്രം നോക്കി അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, അബ്രഹാമിൻ്റെ ആത്മാവിലുള്ള സമ്പന്നതയാണ് ഹല്ലേലൂയ നമുക്ക് ആഴമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു കാര്യം 8-ാം വാക്യത്തിലും പറയുന്നുണ്ട് കേട്ടോ, നീ എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടുപോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് അവനൊരു ഭാര്യയെ കിട്ടണം എന്നുള്ളതിനേക്കാൾ ഇനി ആ സ്ത്രീ നിന്റെ കൂടെ വരാനൊരു മടി കാണിച്ചാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്ന് അബ്രഹാം എലിയാസിനോട് പറഞ്ഞിട്ട് അദ്ദേഹം ഇൻഡയറക്ട്ലി പറയുകയാണ്, ഇനി എൻ്റെ മകന് ഭാര്യയെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, he should not go back. അവൻ മടങ്ങിപ്പോകുവാൻ പാടില്ല, മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും അത് സംഭവിക്കരുത് എന്ന് ഹല്ലേലൂയ അബ്രഹാം കഠിനമായ ഒരു പിടിവാശിയിലാണ്. സ്തോത്രം. പോകുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം. താൻ എന്താണ് വിട്ടത്, ആ വിട്ടുപോന്നതിലേക്ക് മടങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അബ്രഹാമിന് വളരെ വളരെ ബോധ്യം ഉണ്ടായിരുന്നു. വളരെ ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യ ലേഖനത്തിലല്ലേ നാം വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നാം ഇടിച്ചു കളഞ്ഞതിനെ, നാം പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിതാൽ നാം ലംഘനക്കാരെന്നല്ലേ വരൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇടിച്ചു കളഞ്ഞതിനെ, പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിത് ലംഘനക്കാരാകുവാൻ, ഒരു ലംഘനക്കാരനാകുവാൻ അബ്രഹാമിന് താല്പര്യമില്ല. തൻ്റെ ആത്മീക സമ്പന്നതയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ
18 വാക്യം, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പൊളിച്ചു കളഞ്ഞത്, വിട്ടുകളഞ്ഞത് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊളിച്ച ചില കാര്യങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിട്ടുകളഞ്ഞ ചില കാര്യങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനഃപൂർവ്വമായി വേണ്ട എന്ന് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്കൊന്നും എൻ്റെ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഉള്ള സന്തതികളിൽ ഒന്നുപോലും മടങ്ങിപ്പോകാതിരിക്കുവാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിട്ടുകളഞ്ഞതിലേക്കൊന്നും മടങ്ങിപ്പോകാൻ ഇടയാകല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ അബ്രഹാമിന്റെ ആത്മാവിന്റെ കണ്ണുകൾ എത്രമാത്രം തുറന്നിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് 7-ാം വാക്യത്തിൽ അബ്രഹാം പറയുകയാണ്, അതിന്റെ അവസാന ഭാഗത്ത്, എൻ്റെ മകന് നീ ഒരു ഭാര്യ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കോണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ, സ്തോത്രം. 40-ാം വാക്യം ശ്രദ്ധിച്ചേ, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. നിന്റെ യാത്രയെ സഫലമാക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, ദ ലോർഡ് ബിഫോർ ഹൂം ഐ വാക്ക് വിൽ സെൻഡ് an angel with. ഞാൻ ആരുടെ മുമ്പാകെയാണോ നടക്കുന്നത്, ഞാൻ ആരെയാണോ സേവിക്കുന്നത്, തനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. ആ ദൈവം ശക്തനാണ്. ആ ദൈവം നിന്റെ യാത്രയെ സഫലമാക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. He will send an angel with thee and prosper thy way. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആത്മാവിൻ്റെ സമ്പന്നതയുള്ളവർക്ക് മാത്രമേ ഒന്നും കാണാതിരിക്കുമ്പോൾ, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ മുമ്പിലും, ഹല്ലേലൂയ, സ്തോത്രം, God will prosper me with a beautiful answer. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉത്തരം തന്ന്, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ സഫലമാക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സഫലമാക്കും, എൻ്റെ യാത്രയെ സഫലമാക്കുമെന്നുള്ള ഉറപ്പ്, ഹല്ലേലൂയ, പ്രാപിക്കുവാനും അത് സംഭവിക്കുന്നതിന് മുമ്പേ ഡിക്ലെയർ ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന് ഓർക്കുക. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ച്, അവന്റെ ആ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ, എലിയാസറിനെ പറഞ്ഞു വിടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. കാരണം എലിയാസർ പോയി ഇനി എത്ര നാൾ എടുക്കും, ആ കാലഘട്ടമാണ് അല്ലേ, എത്ര നാൾ എടുക്കും എന്നൊന്നും തനിക്ക് അറിയത്തില്ല. താൻ വയസ്സ് ചെന്ന് വൃദ്ധനായി എന്ന് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ എലിയാസർ മടങ്ങി വരുന്നതിന് മുമ്പ് താൻ മരണപ്പെടുമോ എന്ന് പോലും തനിക്കറിയില്ല. പക്ഷേ താൻ മരിച്ചാലും, താൻ ഇനി ഇല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ മടക്കിക്കൊണ്ടു പോകരുത്. ഹല്ലേലൂയ, ഈ യാത്രയിൽ ഒരടി പോലും പുറകോട്ട് പോകരുത്, ഇനി എൻ്റെ സന്തതി മുമ്പോട്ട് തന്നെ പോകണമെന്നുള്ള, ഹല്ലേലൂയ, സ്തോത്രം, ആ വലിയ കാഴ്ചപ്പാട് തൻ്റെ ദാസനോട് താൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി 10 ഒട്ടകവും കൊണ്ടാ പോയത്. ഹല്ലേലൂയ. ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എലിയാസറിന്റെ കയ്യിൽ റിബെക്കയ്ക്ക്, ഇസഹാക്കിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള പൊന്മുക്കൂത്തി, വളകൾ എല്ലാം കൊടുത്തു വിട്ടിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ പെങ്കൊച്ചിന്റെ കൈയുടെ അളവൊക്കെ ഇദ്ദേഹത്തിന് അറിയാം.
എൻ്റെ സന്തതിയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്നവൾ ഞാൻ കൊടുക്കുന്ന ആഭരണങ്ങളാൽ, ഞാൻ കൊടുക്കുന്ന വസ്തുക്കളാൽ, ഹല്ലേലൂയ സ്തോത്രം, ഒരുക്കപ്പെട്ടവളായി മനോഹരയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറും എന്നുള്ള ഉറപ്പ്. സ്തോത്രം. മുടിയൻ പുത്രൻ എന്ന് നമ്മളൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ആ പൈതൽ മടങ്ങി വരുമ്പോൾ, ഇളയ മകൻ മടങ്ങി വരുമ്പോൾ അവന്റെ കൈക്ക് മോതിരമിട്ട് കൊടുത്തു. സ്തോത്രം. വളരെ കൃത്യമായിട്ട് തൻ്റെ കൈക്ക് ചേരുന്ന മോതിരം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറയുന്നത്? തൻ്റെ ആത്മാവിൽ തനിക്കുള്ള കാഴ്ച, തൻ്റെ വിശ്വാസത്തിൻ്റെ ചില പ്രവർത്തികൾ ഒക്കെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം സകലത്തിലും സമ്പന്നനായിരുന്നു എന്ന് താൻ പറയുമ്പോൾ, ഹല്ലേലൂയ, ഒരു കാര്യം കൂടെ അബ്രഹാം എലിയാസറിനോട് പറയുകയാണ്. നാലാം വാക്യത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. 2-ാം വാക്യത്തിലും നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക എന്ന് പറയുന്നു. അതിനും ഒരർത്ഥമുണ്ട് കേട്ടോ. അബ്രഹാമിന്റെ തുടയിൻ കീഴിലേക്ക് എലിയാസർ തൻ്റെ കൈ വയ്ക്കുമ്പോൾ അബ്രഹാം എലിയാസറിനോട് മൗനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? അബ്രഹാമിന്റെ ശരീരത്തിൽ he is carrying a sign of covenant, the circumcision. ദൈവവുമായിട്ടെടുത്ത ഉടമ്പടിയുടെ, ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർക്കുമില്ലാത്ത ഒരു പ്രത്യേകത തങ്ങളുടെ ശരീരത്തിൽ ചുമക്കുന്ന അബ്രഹാമിന്റെ കൂട്ടത്തിലുള്ളവർ. ഇതേ ചൂടടയാളം ചുമക്കുന്ന ഒരുവന് വേണ്ടിയിട്ടാണ് നീ ഒരു ഭാര്യ അന്വേഷിക്കാൻ പോകുന്നത്. ഇനി നീ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴെ വെക്കുമ്പോൾ, എലിയാസറെ, നീ വെറും ഒരു അബ്രഹാമിനോട്, നിന്റെ ഒരു യജമാനനോട്, നിന്നെ ഈ വീട്ടിൽ വളർത്തിയെടുത്ത് ഇത്രയും പ്രാപ്തനാക്കിയ ഒരു വ്യക്തിയോട് അല്ല നീ ഉടമ്പടി ചെയ്യുന്നത്. ഹല്ലേലൂയ. You are making a swear with a person who has an eternal covenant with God. ദൈവവുമായിട്ട് ഒരു നിത്യ നിയമം ചെയ്ത, അതിൻ്റെ അടയാളം ശരീരത്തിൽ വഹിക്കുന്ന ഒരുവനുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം, അതിൻ്റെ ഒരു ഭയം നിനക്കുണ്ടായിരിക്കണം. With whom you are making a swear. നീ ആരോടാണ് സത്യം ചെയ്യുന്നത്? നീ സത്യം ചെയ്യുന്നത് ഉടമ്പടിയുടെ അടയാളം ചുമക്കുന്നവനോടാണ്. സ്തോത്രം. അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ ആത്മാവിന്റെ കാഴ്ചപ്പാടുകൾ മുമ്പുള്ള അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സാറയെ അടക്കുന്നതും ഈ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
മക്കളെ, കെതൂറയിൽ ജനിച്ച മക്കൾ, ദാസീദാസൻ തൻ്റെ കൺക്യൂബൻസിൽ ജനിച്ച മക്കളെ എല്ലാം മാറ്റി വിടുന്നതും അവർക്ക് ദാനങ്ങൾ കൊടുക്കുന്നതും എല്ലാം താൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും how he was protecting that promised seed without getting defiled with anything of this world. ഈ ലോകത്തിൻ്റെ ഒരു മാലിന്യവും കലരാതെ തനിക്ക് തൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ആ പ്രോമിസ് സീഡിനെ താൻ തൻ്റെ മരണം വരെ സൂക്ഷിക്കുകയാണ്. ഈ അധ്യായം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. സോ ഡീപ്പ്. ഈ അധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം നാളെ പഠിക്കും. ഒറ്റ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അബ്രഹാമിനെ സകലത്തിലും യഹോവ അനുഗ്രഹിച്ചു. തൻ്റെ ശരീരത്തിൽ, തൻ്റെ മനസ്സിൽ, തൻ്റെ ആത്മാവിൽ, തൻ്റെ ഭൗതിക സമ്പത്തിൽ, എല്ലാറ്റിനേക്കാളും ഉപരി തൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിരുന്നു. ഇത്തരം അനുഗ്രഹം, സകലത്തിലുമുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.